10 മണിക്കൂറും 10 മണിക്കൂറും 10 മണിക്കൂറും കൂട്ടിയാൽ എത്രയാ? 10 എന്നത് വളരെ എളുപ്പമുള്ള നമ്പർ ആയതുകൊണ്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ഉത്തരം കിട്ടിയിട്ടുണ്ടാകും 30 എന്ന്. എന്നാൽ ഈ കണക്ക് എക്സലിൽ ചെയ്തിട്ട് വിചാരിച്ച് ഉത്തരം കിട്ടാത്ത കുഴങ്ങിപ്പോയവർ വളരെ കൂടുതലുണ്ടാകും. പലപ്പോഴും ക്ലാസ് റൂമുകളിൽ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഏറ്റവും കൂടുതലുള്ള സംശയമാണ് സമയത്തിൻ്റെ കാൽക്കുലേഷൻസ്. പ്രത്യേകിച്ച് ലേബർ സപ്ലൈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് അവരുടെ വർക്കേഴ്സിൻ്റെ വർക്കിംഗ് അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ക്ലാസ്സിൽ വന്ന് അവതരിപ്പിക്കാറുണ്ട്. എക്സൽ ഷീറ്റിൽ സമയം എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സമയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉത്തരം തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ വിഷയം. വരൂ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇറ്റ് ഈസ് ഷെരീഫ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഷെരീസ് ബൈനറി കഫേ. മൈക്രോസോഫ്റ്റ് എക്സൽ ഷീറ്റിൽ എൻ്റർ ചെയ്യാവുന്ന പ്രധാനപ്പെട്ട 4 ഡാറ്റ ടൈപ്പുകളിൽ 3 കുറിച്ചാണ് കഴിഞ്ഞ 2 വീഡിയോകളിൽ നാം ഡിസ്കസ് ചെയ്തത്. ആ വീഡിയോകൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്നും അവയിലുള്ള എക്സസൈസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകുമെന്നും കരുതുന്നു. കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എക്സലിൻ്റെ വളരെ ബേസിക് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ വീഡിയോകൾ കാണുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് നിങ്ങളെല്ലാവരെയും ഉണർത്തുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാമത്തെ ഡാറ്റ ടൈപ്പായ ടൈം ഡാറ്റയെ കുറിച്ചാണ്. എക്സൽ ഷീറ്റിൽ എങ്ങനെയാണ് ടൈം എൻ്റർ ചെയ്യുക എന്ന് നോക്കാം. ടൈം എൻ്റർ ചെയ്യുമ്പോൾ വളരെ പ്രധാനമായും 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ടൈമിന്റെ ഘടകങ്ങളായ മണിക്കൂറിനെയും മിനിറ്റിനെയും സെക്കൻഡിനെയും വേർതിരിക്കുന്നത് കോളൻ എന്ന സിമ്പൽ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം. കോളൻ എന്ന സിമ്പൽ എന്ന് പറയുന്നത് കീബോർഡിൽ എൽ എന്ന കീയുടെ വലത് ഭാഗത്ത് കാണുന്ന കീയാണ് കോളൻ എന്ന കീ. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ആ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോളൻ എന്ന സിമ്പൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, 12 അവർ ഫോർമാറ്റിലാണ് സമയം എൻ്റർ ചെയ്യുന്നതെങ്കിൽ സമയം എൻ്റർ ചെയ്തതിന് ശേഷം AM ആണെങ്കിൽ A എന്നും PM ആണെങ്കിൽ P എന്നും സ്പെസിഫൈ ചെയ്യണം. 24 അവർ ഫോർമാറ്റ് ആണെങ്കിൽ ജസ്റ്റ് ടൈം മാത്രം എൻ്റർ ചെയ്താൽ മതി. AM ആണോ PM ആണോ എന്നുള്ളത് 24 അവർ ഫോർമാറ്റിൽ വാലിഡ് അല്ല. ഇനി എങ്ങനെയാണ് എൻ്റർ ചെയ്യാൻ നോക്കുക. ഞാൻ ഉദാഹരണത്തിന് B2 എന്ന കോളം സെലക്ട് ചെയ്തു, B2 എന്ന സെല്ല് സെലക്ട് ചെയ്തു. എനിക്ക് രാവിലെ 8:30 എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ 8 എന്ന് ടൈപ്പ് ചെയ്യാം, അതിനുശേഷം കോളൻ 30 എന്ന് ടൈപ്പ് ചെയ്യാം. രാവിലെ ആയതുകൊണ്ട് സ്പേസ് കൊടുത്തിട്ട് A എന്ന് ടൈപ്പ് ചെയ്യാം. AM സൂചിപ്പിക്കാനാണ് A എന്ന് ടൈപ്പ് ചെയ്യുന്നത്. അതിനുശേഷം എൻ്റർ കീ അടിക്കുക. അപ്പം ഓട്ടോമാറ്റിക്കലി അത് 8:30 AM ആയി മാറിയിട്ടുണ്ട്. ഓക്കെ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടൈം എൻ്റർ ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്ത ഉടനെ ആ ടൈം ഡാറ്റ സെല്ലിന്റെ വലത് ഭാഗത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ടൈമിന്റെ ഡീഫോൾട്ട് അലൈൻമെന്റ് റൈറ്റ് അലൈൻമെന്റ് ആണ്. വേണമെങ്കിൽ നമുക്കത് മിഡിലോ ലെഫ്റ്റ് അലൈൻമെന്റിലോ മാറ്റാം പിന്നീട് വേണമെങ്കിൽ. പക്ഷെ ഡീഫോൾട്ട് അലൈൻമെന്റ് റൈറ്റ് അലൈൻമെന്റ് ആണ്. ഇനി അടുത്ത സെല്ലിൽ മറ്റൊരു ടൈം എൻ്റർ ചെയ്യാം. ഈവനിങ്ങിലുള്ള ഒരു ടൈം 6:30 സ്പേസ് P. അതിനുശേഷം എൻ്റർ അടിക്കുക. 6:30 PM ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് വേണമെങ്കിൽ സെക്കൻഡ് കൂടെ എൻ്റർ ചെയ്യാം. ഉദാഹരണത്തിന് മറ്റൊരു ടൈം നോക്കാം. 4:20 വീണ്ടും കോളൻ ഉപയോഗിച്ചിട്ട് സെക്കൻഡ് എത്രയാണെന്ന് സെക്കൻഡ് കൂടെ പറയാം. അതിനുശേഷം സ്പേസ് ഇട്ടിട്ട് AM ആണെങ്കിൽ A എന്ന് കൊടുക്കുക, PM ആണെങ്കിൽ P എന്ന് കൊടുക്കുക. ഓക്കെ, ഞാൻ A എന്ന് കൊടുത്തു, എൻ്റർ. അപ്പം 4 മണിക്കൂറും 20 മിനിറ്റും 30 സെക്കൻഡും. മറ്റൊരു ടൈം കൂടെ ശ്രദ്ധിക്കുക. 8:10:50 P. ഓക്കെ. ഇനി 24 അവർ ഫോർമാറ്റ് ടൈം എങ്ങനെയാണ് ടൈപ്പ് ചെയ്യാൻ നോക്കുക. ഇതേ ടൈം ഞാൻ 24 അവർ ഫോർമാറ്റ് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, 8:30 ഇത്ര മാത്രം മതി. ഓക്കെ, എൻ്റർ അടിക്കുക. ഇനി 6:30 ആണെങ്കിൽ ഇത് PM ആണ്. PM ആകുമ്പോൾ നമ്മൾ 12 കൂട്ടിയിട്ട് വേണം എൻ്റർ ചെയ്യാൻ. അപ്പം 12ഉം 6ഉം 18. അപ്പൊ 18:30. ഓക്കെ, PM ആണെന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം 18:30 എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി അത് ഈവനിങ് ടൈം ആണ്. ഓക്കെ, എൻ്റർ അടിക്കുക. അടുത്തത് 4:20:30 എൻ്റർ. ലാസ്റ്റത്തത് 8:10:50 അത് PM ആണ്. അപ്പം 12ഉം 8ഉം കൂട്ടിയിട്ട് വേണം എൻ്റർ ചെയ്യാൻ. അപ്പം 20:10:50 അതിനുശേഷം എൻ്റർ അടിക്കുക. ഇതേപോലെ
ടൈം എൻ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്ത ടൈം 12 അവർ ഫോർമാറ്റിലാണ്. അതിന് നമുക്ക് 24 അവർ ഫോർമാറ്റിലേക്ക് മാറ്റണം. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് 24 അവർ ഫോർമാറ്റിൽ എൻ്റർ ചെയ്തിട്ടില്ല, നമ്മൾ 12 അവർ ഫോർമാറ്റിലാണ് എൻ്റർ ചെയ്തത്. പക്ഷെ അതിനുശേഷം നമുക്ക് അതിനെ 24 അവർ ഫോർമാറ്റിലേക്ക് മാറ്റണം. അതിനെന്താ വഴി എന്ന് വെച്ചാൽ, ഏതൊക്കെ കോളമാണോ നമുക്ക് മാറ്റേണ്ടത് ആ കോളംസ് മൊത്തം സെലക്ട് ചെയ്യുക, ആ സെല്ല് സെലക്ട് ചെയ്യുക. അത്രയും സെല്ല് സെലക്ട് ചെയ്തിട്ട് റിബണിലെ ഹോം ടാബിന്റെ അണ്ടറിൽ നമ്പർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഡേറ്റ് ഫോർമാറ്റിന് ഉപയോഗിച്ച അതേ ഭാഗം ഇതിന് ഉപയോഗിക്കുന്നത്. നമ്പർ ഗ്രൂപ്പിലെ ഡയലോഗ് ബോക്സ് ലോഞ്ചർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറിന്റെ അണ്ടറിൽ കസ്റ്റം എടുക്കുക. കസ്റ്റം എടുത്തിട്ട് അവിടെ HH:MM എന്ന് ടൈപ്പ് ചെയ്യാം. HH എന്ന് പറഞ്ഞാൽ ഹവേഴ്സ് എന്നാണ് അർത്ഥം. ഹവേഴ്സ് വിത്ത് 2 ഡിജിറ്റ്. MM എന്ന് പറഞ്ഞാൽ മിനിറ്റ്സ് വിത്ത് 2 ഡിജിറ്റ്. ഇനി സെക്കൻഡ് വേണമെന്നുണ്ടെങ്കിൽ 2 S കൂടെ കൊടുക്കാം. ഓക്കെ, 2 S കൊടുത്താൽ അത് സെക്കൻഡ് കൂടെ വരും. അതിനുശേഷം ഓക്കെ അടിക്കുക. അപ്പൊ നമ്മുടെ ടൈം എല്ലാം ഓട്ടോമാറ്റിക്കലി എന്തായിട്ടുണ്ട്, 24 അവർ ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട്. SS കൊടുത്തിട്ടാണ് എല്ലാറ്റിലും സെക്കൻഡ് വന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തത് 24 അവർ ഫോർമാറ്റിലാണ്. അതിനെ 12 അവർ ഫോർമാറ്റിലേക്ക് എങ്ങനെ മാറ്റുക? സെലക്ട് ചെയ്യുക, വീണ്ടും നമ്പർ ക്ലിക്ക് ചെയ്യുക, കസ്റ്റമില് HH:MM:SS, അതിനുശേഷം സ്പേസ് ഇട്ടിട്ട് AM/PM എന്ന് ടൈപ്പ് ചെയ്യുക. AM/PM ഇങ്ങനെ കൊടുത്തിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നേരത്തെ 24 അവർ ഫോർമാറ്റിൽ ഉണ്ടായ ടൈം ഒക്കെ ഇപ്പം 12 അവർ ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എൻ്റർ ചെയ്ത ടൈമിന് 12 അവർന്ന് 24 അവർ ഫോർമാറ്റിലേക്ക് മാറ്റാം. അതേപോലെ 24 അവർ ഫോർമാറ്റിൽ നിന്ന് 12 അവർ ഫോർമാറ്റിലേക്ക് മാറ്റാം. ഇനി ടൈമിന്റെ കാൽക്കുലേഷൻസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ നമുക്കൊരു 3 ടൈം കൂട്ടണം, ഒരു 10 മണിക്കൂർ 3 ഹവേഴ്സ് കൂട്ടണം. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞതുപോലെ 10 മണിക്കൂറും വീണ്ടും മറ്റൊരു 10 മണിക്കൂർ വീണ്ടും ഒരു 10 മണി. ഈ 3 ടൈമും നമുക്ക് കൂട്ടിയിട്ട് എത്ര കിട്ടും നോക്കാം. ഓക്കെ, എനിക്ക് ഇവിടെ നാലാമത്തെ ഈ ഒരു F5ലാണ് ആൻസർ വേണ്ടത്. ഈക്വൽ ടു കൊടുത്തു. ഒന്നാമത്തെ ടൈം F2ലുള്ളത് ക്ലിക്ക് ചെയ്തു, പ്ലസ് രണ്ടാമത്തത് F3, മൂന്നാമത്തത് F4, എൻ്റർ അടിക്കും. അപ്പൊ ഇവിടെ 6 എന്ന ഒരു ഉത്തരമാണ് കിട്ടുന്നത്. ഇവിടെ എങ്ങനെയാണ് 6 എന്ന ഉത്തരം കിട്ടുന്നത് എന്ന് നോക്കാം. എക്സൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത 10 എന്നുള്ളത് രാവിലത്തെ 10 മണിയായിട്ടാണ് എക്സൽ കണക്കൂട്ടുന്നത്. ഓക്കെ, മോർണിംഗ് 10, വീണ്ടും ഒരു 10 മണിക്കൂറാണ്. അപ്പൊ രാവിലത്തെ 10 മണിക്കൂർ മുതൽ 10 മണിക്കൂർ, അതായത് രാവിലത്തെ 10 മണിക്കൂർ തൊട്ട് 10 മണിക്കൂർ എന്ന് പറയുമ്പോൾ വൈകുന്നേരത്ത് 8 മണി വരെ ആയി അല്ലെ. രാവിലത്തെ 10 മണിക്കൂർ മുതൽ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 മണിക്കൂർ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 8 മണിയാവും. ഈവനിങ് 8 മണിയായി. രാവിലെ 10 മണിക്കൂർ മുതൽ 11, 12, 1, 2, 3, 4, 5, 6, 7, 8 വരെ ആകുമ്പോഴാണ് 10 മണിക്കൂർ ആകുന്നത്. ഇനി അതിനുശേഷം ഈവനിങ് 8 മുതൽ വീണ്ടും ഒരു 10 മണിക്കൂർ. അപ്പൊ ഈവനിങ്ങിൽ 8 മണിക്കൂർ മുതൽ 8 മണി മുതൽ വീണ്ടും ഒരു 10 മണിക്കൂർ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് 6 ആവും. ആ ആൻസർ ആണ് നമുക്ക് ഇവിടെ 6 എന്ന് കാണിക്കുന്നത്. അപ്പൊ ഈ 6 എന്നത് എക്സലിന് തെറ്റിയതെന്നല്ല, എക്സലിന് ഈ ഉത്തരം തെറ്റിയതല്ല. എക്സൽ കണക്കൂട്ടുന്നത് അങ്ങനെയാണ്. അതായത് ഒരു ടൈം മുതൽ അടുത്ത ടൈം വരെയുള്ള ആ ഡ്യൂറേഷൻ ആണ് എക്സൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് വേണ്ടത് ഈ 10 മണിക്കൂറും കൂട്ടിയിട്ട് 30 മണിക്കൂർ എന്നുള്ള ഉത്തരമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ഈ സെല്ലിന്റെ ഫോർമാറ്റ് ഒന്ന് മാറ്റി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അതിനു വേണ്ടി വീണ്ടും ഹോം ടാബിന്റെ അണ്ടറിൽ നമ്പർ ഡയലോഗ് ബോക്സ് ലോഞ്ച് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ഓൾറെഡി ഫോർമാറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. H:MM എന്നാണ് ഇവിടെ ഫോർമാറ്റ് ഉള്ളത്. ഈ Hന് നിങ്ങൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റിന് അകത്തായി കൊടുക്കുക. സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രാക്കറ്റിനാണ് സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കീബോർഡിൽ P എന്നുള്ള കീന്റെ വലത് ഭാഗത്തുള്ള 2 കീസ്. ഓക്കെ, അപ്പൊ H എന്നുള്ള ഒരു സ്ക്വയർ ബ്രാക്കറ്റിന് അകത്താക്കിയിട്ട് : MM എന്നാണ് ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം ഓക്കെ അടിക്കാം.
അപ്പോൾ ഇവിടെ നമുക്ക് ഹവേഴ്സ് കൂട്ടി 10 മണിക്കൂറും 10 മണിക്കൂറും 10 മണിക്കൂറും കൂട്ടിയിട്ട് 30 മണിക്കൂറിന് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് ടൈം ഡ്യൂറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് കൂടെ ചെയ്തിട്ട് ക്ലാസ് നിർത്താം. എംപ്ലോയി കോഡ് ടൈം ഇൻ ടൈം ഔട്ട് ഹവേഴ്സ് വർക്ക്ഡ്. ഓക്കെ, ഇവിടെ ഹെഡിങ് സെലക്ട് ചെയ്യുക. എ മുതൽ ഡി വരെയാണ് ഹെഡിങ് ഉള്ളത്. താഴോട്ട് 8 വരെ 8 കോളം 8 റോ വരെ സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിന് ബോർഡർ അപ്ലൈ ചെയ്തു ആദ്യം. അതിനുശേഷം ടൈറ്റിൽ സെലക്ട് ചെയ്തിട്ട് ഫിൽ കളർ ഉപയോഗിച്ച് അതിന് കളർ കൊടുത്ത് ബോൾഡ് ചെയ്തു. ഇവിടെ എംപ്ലോയി കോഡ് എന്നുള്ളതും ഹവേഴ്സ് വർക്ക്ഡ് എന്നുള്ളതും ശരിക്ക് സെല്ലിനേക്കാൾ കൂടുതൽ അതിന്റെ ലെറ്റേഴ്സ് ക്യാരക്ടർ ഉള്ളത് കൊണ്ട് അതിന്റെ പുറത്ത് പോയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചത് സെല്ലിന്റെ വിഡ്ത്ത് കൂട്ടിയിട്ട് നമുക്ക് ഇതിനെന്താക്കാം, മുഴുവൻ വിസിബിൾ ആക്കാം. അങ്ങനെ വിസിബിൾ ആക്കുന്നില്ലെങ്കിൽ നമുക്ക് 2 ലൈനായിട്ട് ഇതിനെ കണ്ടന്റിനെ കൊണ്ടുവരാൻ പറ്റും. അതിനുള്ള ഒരു ടൂൾ കൂടി ഇപ്പൊ ഞാൻ പഠിപ്പിക്കാൻ പോവാണ്. ഈ സെല്ല് മുഴുവൻ സെലക്ട് ചെയ്തതിനു ശേഷം ഹോം ടാബിന്റെ അണ്ടറിൽ അലൈൻമെന്റ് ഗ്രൂപ്പിൽ റാപ്പ് ടെക്സ്റ്റ് എന്നുള്ള ഒരു ടൂൾ ഉണ്ട്. ഈ റാപ്പ് ടെക്സ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കണ്ടന്റ്, അതായത് സെല്ലിനകത്ത് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത കണ്ടന്റിനെ സെല്ലിന്റെ തൊട്ട് താഴേക്ക് കൊണ്ടുവരും. അപ്പൊ 2 ലൈനായിട്ട് ഒരേ സെല്ലിൽ തന്നെ 2 ലൈനായിട്ട് നമുക്ക് കണ്ടന്റ് കിട്ടും. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. സെല്ല് ഹെഡിങ് സെലക്ട് ചെയ്തിട്ട് ഹോം ടാബിൽ അലൈൻമെന്റ് ഗ്രൂപ്പിൽ റാപ്പ് ടെക്സ്റ്റ് എന്നാണ് ഈ ടൂളിന്റെ പേര്. റാപ്പ് ടെക്സ്റ്റ് എന്നുള്ള ടൂൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഈ കണ്ടന്റ് നമുക്ക് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും സെന്ററിൽ കൊണ്ടുവരണം. അതിന് അലൈൻമെന്റ് ഗ്രൂപ്പിൽ തന്നെ ഹൊറിസോണ്ടൽ സെന്ററും വെർട്ടിക്കൽ സെന്ററും 2 സെന്റർ ടൂൾ കാണാം. ആ 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി സെന്ററിൽ വരും. ഓക്കെ, ഇനി ഞാൻ എംപ്ലോയി കോഡ് ടൈപ്പ് ചെയ്യാണ്. S001 എന്നുള്ളതാണ് ഒന്നാമത്തെ എംപ്ലോയി. അത് ഞാൻ താഴേക്ക് ഫിൽ ചെയ്തു. ഒരു 5 എംപ്ലോയി. ഓക്കെ, ടൈം ഇന്ന് മോർണിംഗ് 8:30 AM. രണ്ടാമത്തെ എംപ്ലോയി 8:45 AM. മൂന്നാമത്തെ ആള് 8:50 AM. നാലാമത്തെ ആള് 8:20 AM. അഞ്ചാമത്തെ ആള് 9:10 AM. ഇനി അവരുടെ ടൈം ഔട്ട് 5:45 PM, 5:30 PM, 6 PM, 6:20 PM, 6:30 PM. ഇനി ഹവേഴ്സ് വർക്ക്ഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഹവേഴ്സ് വർക്ക്ഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈക്വൽ ടു കൊടുക്കുക. എല്ലാ ഇക്വേഷൻസും എല്ലാ ഫംഗ്ഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സിമ്പൽ വെച്ചിട്ടാണ്. ഈക്വൽ ടു ടൈം ഔട്ട് ക്ലിക്ക് ചെയ്യുക. ടൈം ഔട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ സെൽ റെഫറൻസ് ആയ സെൽ അഡ്രസ് C2 എന്നത് ഡിസ്പ്ലേ ആവും. മൈനസ് ടൈം ഇൻ ക്ലിക്ക് ചെയ്യുക. എന്റർ. 9:15 AM എന്ന് പറയുന്നുണ്ട്. ശരിക്കും 9:15 AM അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നുള്ളതാണ് കാണിക്കേണ്ടത്. അത് നമുക്ക് അതിന്റെ ഫോർമാറ്റ് മാറ്റിയാൽ മതി. ആദ്യം ഇത് താഴേക്ക് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഈ എല്ലാ സെലക്റ്റും സെലക്ട് ചെയ്തതിനു ശേഷം നമ്പർ ഡയലോഗ് ബോക്സ് ലോഞ്ചർ ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ അതേ സ്ഥലം തന്നെ. എന്നിട്ട് അവിടെ നിന്ന് ആ AM PM എന്നുള്ളത് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് H:MM എന്ന് മാത്രം മതി. ഓക്കെ അടിക്കാം. ഇപ്പൊ ഒന്നാമത്തെ ആൾ വർക്ക് ചെയ്തത് 9 മണിക്കൂറും 15 മിനിറ്റുമാണ്. രണ്ടാമത്തെ ആൾ 8 മണിക്കൂറും 45 മിനിറ്റുമാണ് വർക്ക് ചെയ്തത്. മൂന്നാമത്തെ ആൾ 9 മണിക്കൂറും 10 മിനിറ്റും. നാലാമത്തെ ആൾ 10 മണിക്കൂർ. അഞ്ചാമത്തെ ആൾ 9 മണിക്കൂറും 20 മിനിറ്റും. ഇനി എല്ലാവരുടെയും വർക്കിംഗ് അവേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. മൊത്തം എല്ലാവരും കൂടെ എത്ര അവേഴ്സ് വർക്ക് ചെയ്യുന്നുള്ളത്. ഓക്കെ, താഴെ ഒരു കോളം 7ാമത്തെ റോ ഞാൻ ഈ 3 സെല്ലും സെലക്ട് ചെയ്തിട്ട് മെർജ് ആൻഡ് സെന്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ടോട്ടൽ ഹവേഴ്സ് അതിന് കളർ കൊടുത്തു. ടോട്ടൽ അവേഴ്സ് നമുക്ക് ഇവിടെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ എല്ലാ ഡ്യൂറേഷനും സെലക്ട് ചെയ്ത് ഈ ടോട്ടലിന്റെ കോളം കൂടെ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഓട്ടോ സം എന്നുള്ള ബട്ടൺ ഉണ്ടല്ലോ, ആ ബട്ടൺ ആ ടൂൾ ഉപയോഗിക്കുക. അത് ഹോം ടാബിന്റെ ഇടയിൽ എഡിറ്റിംഗിന്റെ ഗ്രൂപ്പിലുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ അവേഴ്സ് ഇവിടെ കിട്ടും. ടോട്ടൽ അവേഴ്സ് ഇവിടെ കാണിക്കുന്നത് 22 ഹവേഴ്സും 30 മിനിറ്റും ആണ്. നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം ഈ ആൻസർ കറക്റ്റ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 മണിക്കൂറും 10 മണിക്കൂറും 10 മണിക്കൂറും കൂട്ടിയപ്പോൾ 6 എന്ന് കിട്ടി. ആ രീതിയിലാണ് എക്സൽ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തത്.
അതുകൊണ്ട് ഇത് എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് കറക്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് വെച്ചിട്ട് നമ്മുടെ കാൽക്കുലേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മളെ എല്ലാ കാര്യങ്ങളും തെറ്റിപ്പോകും. അതുകൊണ്ട് അതിനെ നമ്പർ ഫോർമാറ്റിൽ പോയിട്ട് മാറ്റാൻ വേണ്ടി മറക്കരുത്. എച്ച് എന്നുള്ളതിന് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. എച്ചിന് തുടക്കത്തിലും എച്ചിന്റെ അവസാനത്തിലും ഒരു ബ്രാക്കറ്റ് ഇടുക. ബ്രാക്കറ്റ് ഇട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, അതായത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്തായിരിക്കണം എച്ച് ഉണ്ടാവേണ്ടത്. അതായത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എച്ച് പിന്നെ കോളൻ അതിനുശേഷം ഓക്കെ അടിക്കുക. അപ്പൊ ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. 46 മണിക്കൂറും 30 മിനിറ്റും ആണ് എല്ലാവരും കൂടെ, ഈ 5 എംപ്ലോയീസും കൂടെ വർക്ക് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത് ചെയ്തിട്ട് തന്നെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലെ തെറ്റുകൾ മനസ്സിലാവുകയുള്ളൂ. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ സഹപാഠികൾക്കോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എക്സസൈസുമായി വീണ്ടും ഉടൻ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി, ഇറ്റ് ഈസ് മീ ഷെരീഫ് സൈനിങ് ഓഫ്.